നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോംബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക? ആക്രമിക്കാൻ വരുന്ന സോംബീസ്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്ന ഒരു സംഘം, അങ്ങനെ ചോര, വെട്ട്, കുത്ത്, അങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു തോട്ട്, ശരിയല്ലേ? പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇമോഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സോംബി ചിത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഒരു ചിത്രമാണ് കാർഗോ എന്ന് പറഞ്ഞിട്ട് 2017 പുറത്തിറങ്ങിയ ഞാൻ ഇന്ന് കഥ പറയാൻ പോകുന്ന സിനിമ. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫാമിലിയെ കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആൻഡി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ആ നാട് മുഴുവൻ സോംബികൾ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ബോട്ടാണ് അവരുടെ വീട്. അങ്ങനെ ഒരു ദിവസം ആൻഡിയും കുടുംബവും ആ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ആൻഡി കരയിൽ നിന്ന് 2 കുട്ടികൾ കളിക്കുന്നത് കാണും. ആൻഡിക്ക് വളരെയധികം സന്തോഷമാവും. അവൻ അവരെ നോക്കി കൈവീശും. അപ്പോൾ അവരും തിരിച്ചു വീശും. പക്ഷേ ആ കുട്ടികളുടെ അച്ഛന് അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ അരയിൽ തിരികെ തോക്ക് കാണിച്ച് ആൻഡിയെ ഭീഷണിപ്പെടുത്തുന്നു. പുള്ളിക്കാരനാണെങ്കിലും ഒന്നും പറയാതെ മെല്ലെ ബോട്ടിനുള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും സോംബി നിറഞ്ഞതുകൊണ്ടാണ് അയാൾ ആ രീതിയിൽ പറഞ്ഞത്, കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അന്ന് രാത്രി ആൻഡിയും വൈഫും സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി 3 നേരത്തേക്കുള്ള ഫുഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആൻഡിയുടെ വൈഫ് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തൊരു ടൗൺ ഉണ്ട്, അവിടേക്ക് പോകാം, അവിടെ ആകുമ്പോൾ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനും സാധിക്കുമെന്ന്. പക്ഷേ ആൻഡി അതിന് സമ്മതിക്കുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും സോംബി ഉള്ളതുകൊണ്ട് അയാൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. അയാളുടെ കുടുംബത്തെ അയാൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഭാര്യയോട് പറയും, അവിടെ എത്ര പേര് സോംബി ആയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചിലപ്പോൾ അപകടത്തിലാണ് പെടുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഏകദേശം 30 കിലോമീറ്ററോളം വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ അത് റിസ്ക് ആണ്. ഇത് കേട്ടപ്പോൾ ഭാര്യ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ആ പുഴയിൽ ഒരു പൊട്ടിയ ബോട്ട് കാണുന്നു. അയാൾ അത് ശ്രദ്ധിച്ചു നോക്കി, പക്ഷേ അതിലൊന്നും ഒരാളനക്കവും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഒരു ചെറിയ ബോട്ട് എടുത്തിട്ട് ആ ബോട്ടിനുള്ളിലേക്ക് പോയി. അവിടെ പോയപ്പോൾ എന്തോ ഒരു ശബ്ദം ഉള്ളെന്ന് കേട്ടു. പക്ഷേ അത് ശ്രദ്ധിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ആഹാരമെല്ലാം അയാൾ എടുത്തു. ഏകദേശം 3 മാസത്തോളമുള്ള ആഹാരം അയാൾക്ക് ആ ബോട്ടിൽ നിന്ന് കിട്ടി. അങ്ങനെ അയാൾ തിരിച്ചു വന്ന് ഭാര്യയോട് കാര്യം പറയും. പുള്ളിക്കാരിക്കും സന്തോഷമായി. അതിനുശേഷം നായിക ഹീറോയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ആ ബോട്ടിനുള്ളിലേക്ക് പോകും. ഇവനോട് പറയാതെ ഇനി എന്തെങ്കിലും സാധനം എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവൾ പോലും ചിന്തിക്കാതെ ആ ബോട്ടിനുള്ളിലുണ്ടായിരുന്ന ഒരു സോംബി അവളെ കടിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീറോ എഴുന്നേറ്റു. നോക്കുമ്പോൾ കുഞ്ഞ് അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ബോട്ടിനുള്ളിൽ രക്തപ്പാടുകൾ കാണുന്നു. എന്താണിതെന്ന് പറഞ്ഞിട്ട് പുള്ളി അന്വേഷിച്ച് നോക്കുമ്പോൾ ഭാര്യ സോംബിയുടെ കടിയേറ്റ് നിൽക്കുന്നു. ഇനി അവൾക്കുള്ളത് 48 മണിക്കൂറാണ്. അതിനുള്ളിൽ അവൾ സോംബിയായി മാറും. നായകനാകെ വിഷമിച്ചു പോയി. കാരണം അവന് ഇനി ഈ ലോകത്ത് ബാക്കിയുള്ളത് ഈ ഭാര്യയും കുട്ടിയും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും അവളെ രക്ഷിക്കണമെന്ന് അവൻ ചിന്തിക്കും. അങ്ങനെ അവർ ആ ബോട്ട് ഉപേക്ഷിച്ച് കരയിലേക്ക് ഇറങ്ങുന്നു. ആശുപത്രി അന്വേഷിച്ച് അവരിരുവരും കുഞ്ഞിനെയും കൂട്ടി പുറപ്പെടുന്നു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ ഒരു കാറ് നിൽക്കുന്നത് അവർ കാണുന്നു. ആ കാറിനുള്ളിലൊന്നും ആരും ഉള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെ ആൻഡി പരിസരത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ ക്യാനിൽ നിന്നും ആ കാറിലേക്ക് പെട്രോൾ നിറയ്ക്കുന്നു. അപ്പോഴേക്കും ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നു. അവനിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ കാറും എടുത്ത് അതിവേഗത്തിൽ ഓടിച്ചു മുന്നോട്ട് പോകും. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഭാര്യ ആൻഡിയോട് പറയും കാറ് നിർത്താൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റണം. അങ്ങനെ കാറ് നിർത്തി. അവൾ ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ ബോധം കെട്ട് താഴേക്ക് വീഴും. ഫിറ്റ്സ് വന്നതുപോലെ അവൾ ചോരയൊക്കെ ഛർദ്ദിക്കും. സോംബി വൈറസ് അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ബോധം വരുന്നു. അവൾ നായകനോട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോവാൻ അലറുന്നു. ഞാൻ ഉടൻ തന്നെ സോംബിയായി മാറും, അതിനുള്ളിൽ നിങ്ങളും കുഞ്ഞും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സോംബിയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപക്ഷെ നിങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവൾ സംസാരിക്കുന്നു. പക്ഷേ നായകന് അവൻ്റെ ഭാര്യയെ അവിടെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവൻ പറയും, ഇവിടെ ഹോസ്പിറ്റൽ അടുത്താണ്, നമുക്ക് അവിടത്തേക്ക് പോകാം, നീ പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ കാറിലേക്ക് കയറ്റിയിരുത്തുന്നു. അതിനുശേഷം ഡോർ ലോക്ക് ജാമാക്കുന്നു. ഇല്ലെങ്കിൽ അവൾ കാറിൽ നിന്നും എടുത്ത് ചാടിയാലോ എന്നൊരു പേടി നായകനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടരുന്നു. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ അവരുടെ കാറിൻ്റെ മുന്നിൽ ഒരു സോംബി വന്ന് നിൽക്കുന്നു. എന്തോ പെട്ടെന്നൊരു കൺഫ്യൂഷനായിട്ട് അതിൻ്റെ മുകളിൽ കയറ്റണ്ടെന്നും വിചാരിച്ചിട്ട് ആൻഡി വണ്ടി തിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒരു മരത്തിൽ കൊണ്ടിരിക്കുന്നു. എല്ലാവരും അബോധാവസ്ഥയിലാവുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൻഡിക്ക് ബോധം വരും. അങ്ങനെ ആൻഡി ഭാര്യയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ പൂർണ്ണമായിട്ടും സോംബിയായി മാറിയിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൂട്ടിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ആൻഡി ശ്രമിക്കുന്നതിനിടയിൽ ഭാര്യയ്ക്ക് ബോധം തെളിയുകയും സോംബിയായി മാറിയ അവൾ ആൻഡിയെ കടിക്കുകയും ചെയ്യുന്നു. അതോടെ ആൻഡിയും
ആൻറ്റിയും സോംബിയാൽ ഇൻഫെക്റ്റഡ് ആവുന്നു. എങ്ങനെയൊക്കെയോ കുഞ്ഞിനെയും എടുത്ത് ആൻറ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ പാവം നിലവിളിക്കുകയാണ്. ഇനി അവനുള്ളത് വെറും 48 മണിക്കൂറാണ്. അതിനുള്ളിൽ അവൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ സോംബിയായി മാറിയ അവൻ്റെ ഭാര്യയെ അവൻ തന്നെ കൊല്ലുന്നു. എന്നിട്ട് അവളുടെ സ്റ്റോപ്പ് വാച്ച് എടുത്ത് കയ്യിൽ കെട്ടി 48 മണിക്കൂർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ഒരു ബാഗിലേക്ക് ഇരുത്തിയിട്ട് അവളെയും പുറത്തു തൂക്കി നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആൻറ്റി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഇവരുടെ കാർ ആക്സിഡൻ്റ് ആവാൻ കാരണമായ ആ സോംബി ഉണ്ടായിരുന്നല്ലോ, അവനെ വീണ്ടും കാണുന്നു. ആ സോംബി ഇവരുടെ നേരെ നടന്നെടുക്കുകയാണ്. ആൻറ്റി ഒരു കമ്പെടുത്തിട്ട് അതിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ഒരു പെൺകുട്ടി ഓടി അങ്ങോട്ടേക്ക് വരുന്നു. എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് കയ്യിൽ ഒരു മുറിവുണ്ടാക്കി അവൾ അത് മരത്തിൽ തേക്കുന്നു. ആ ബ്ലഡിൻ്റെ മണം പിടിച്ച് സോംബി അവളുടെ പിന്നാലെ പോകുന്നു. ആ പെൺകുട്ടിയുടെ പേര് തുമി എന്നാണ്. തുമിയുടെ അച്ഛനും സോംബിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ വായും കയ്യും ഒക്കെ കെട്ടിവെച്ച് അയാളെ നോക്കുന്നത്. അങ്ങനെ ആ സോംബി അവിടെ നിന്നും പോയതിന് ശേഷം ആൻറ്റി വീണ്ടും കുഞ്ഞിനെയും കൂട്ടി നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒടുവിൽ അവർ ഒരു സ്കൂളിലെത്തുന്നു. ആ സ്കൂളിലെ ഒരു ടീച്ചറെ ആൻറ്റി കാണുകയും അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നു. ഈ സ്കൂളിനെ പറ്റി അവൻ്റെ ഭാര്യ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടീച്ചർ ആൻറ്റിക്ക് ബാൻഡേജൊക്കെ ഇട്ടുകൊടുത്ത് അന്ന് രാത്രി അവിടെ തങ്ങാൻ അനുവദിക്കുന്നു. അപ്പോൾ ആൻറ്റിക്ക് ഒരു ഐഡിയ തോന്നുന്നു, തൻ്റെ കുഞ്ഞിനെ ഈ ടീച്ചറെ ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്നും പോകാമെന്ന്. അതിനെപ്പറ്റി ആ ടീച്ചറോട് കാര്യം പറഞ്ഞപ്പോഴാണ് ആ ടീച്ചർക്ക് ക്യാൻസർ ആണെന്നും ഇനി അധിക കാലം ഇല്ല എന്നും ആൻറ്റിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം തുമിയുടെ അമ്മയെ കാണിക്കുന്നു. അവൾ ഒരു കൂട്ടം ആസ്ട്രേലിയക്കാരുടെ കൂടെ ചേർന്നിട്ട് ആ ഏരിയയിലേക്ക് വരുന്ന സോംബികളൊക്കെ ചുട്ടെരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൾ തുമിയെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എവിടെയാണെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് അറിയില്ല. എന്താ കാര്യം എന്നറിയോ? തുമിക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവനാണ്. അതുകൊണ്ടാണ് സോംബിയായിട്ടും അവൾ അച്ഛൻ്റെ കൂടെ തന്നെ കഴിയുന്നത്. അവളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വായും കയ്യും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അച്ഛനെ അമ്മയും കൂട്ടരും കണ്ടാൽ കൊന്നുകളയുമെന്ന് അവൾ പേടിക്കുന്നു. അങ്ങനെ അവൾ അച്ഛനെ ഒരു ഗുഹയ്ക്കുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കും കൂട്ടർക്കും അച്ഛനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയെ വീണ്ടും കാണിക്കുന്നു. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രക്തം വരെ ഛർദ്ദിച്ചു തുടങ്ങി. ഇനി അയാൾക്ക് ബാക്കിയുള്ളത് വെറും 32 മണിക്കൂറുകളുമാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും അയാൾ കുഞ്ഞിനെയും എടുത്ത് പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു കാറ് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ആൻറ്റി ആ കാറിനടുത്തേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ഒരു ഗണ്ണ് ഉപയോഗിച്ച് അവനെ എയിം ചെയ്ത് വെടിവെക്കുന്നു. പക്ഷേ ശരിക്കും അയാൾ വെടിവെച്ചത് ആൻറ്റിയെ അല്ല, തൊട്ടടുത്ത് നിന്ന് ഒരു സോംബിയായിരുന്നു. അങ്ങനെ അയാൾ ആൻറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം അയാൾ പറയും, എൻ്റെ കാല് ഇത് ഇവിടെ ഈ ടാങ്കിൽ കുടുങ്ങിയിരിക്കുകയാണ്, എൻ്റെ കാർ ഉപയോഗിച്ച് അതൊന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കാമോ എന്ന് ചോദിക്കുന്നു. ആൻറ്റിയും അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ അയാൾ ആൻറ്റിയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അയാളും അയാളുടെ ഭാര്യയും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും, ഇവിടെ എനിക്ക് താമസിക്കാം, പക്ഷേ എൻ്റെ കൂടെ ചേർന്ന് പണിയെടുക്കേണ്ടി വരും. അതിന് ആൻറ്റി സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ആൻറ്റിയെ സോംബി കടിച്ചിട്ടുള്ളത് അയാൾക്ക് അറിയില്ലായിരുന്നു. അയാളുടെ ജോലി എന്താണെന്നറിയോ? ഒരു കൂട്ടിനുള്ളിൽ ഒരു മനുഷ്യനെ പിടിച്ചിട്ടിട്ട് അതിനെ അന്വേഷിച്ച് വരുന്ന സോംബികളെ ദൂരെ നിന്ന് വെടിവെച്ചിടുക. അതൊക്കെ മരിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ കയ്യിലുള്ള വാല്യൂബിൾസ് എല്ലാം എടുത്തു വയ്ക്കുക. ഇതാണ് അയാളുടെ ജോലി. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായകൻ ആ കൂടിനടുത്തേക്ക് വന്ന് നോക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ആ കൂടിനുള്ളിലുള്ളത് തൂമിയാണെന്ന്. മാത്രമല്ല തൊട്ടടുത്ത കൂട്ടിൽ ഒരു വയസ്സായ ആളെയും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ആൻറ്റിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവന് ഈ സ്ഥലം വിട്ടു കഴിഞ്ഞാൽ മറ്റൊരു സേഫായ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നായകൻ അയാളോടൊപ്പം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് അയാളുടെ ഭാര്യയോടൊപ്പം സുഖമായിരിക്കുന്നു, നല്ല സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ആൻറ്റിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി അവൻ ആരും അറിയാതെ സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. കാരണം ഇനി കുറച്ച് സമയമേ പൂർണ്ണമായിട്ടും സോംബിയാവാൻ അവന് സമയം ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്കും പ്രശ്നം ഉണ്ടാകില്ല. തൻ്റെ മകൾ ഏതായാലും ഇവരുടെ കയ്യിൽ സേഫാണ് എന്നും അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ മരിക്കാനൊരുങ്ങുമ്പോൾ ആ സ്ത്രീയില്ലേ, അയാളുടെ ഭാര്യ, അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇയാളുടെ കയ്യിൽ പെട്ടാൽ നിങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും നന്നായിട്ടിരിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരൻ, അയാളുടെ കയ്യിലോ? എന്തേ നിങ്ങളുടെ ഭർത്താവ് അത്ര മോശമാണോ എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരി പറയും, അയാളുടെ ഭർത്താവല്ല, എൻ്റെ ഭർത്താവിന് സോംബി അറ്റാക്ക് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഇയാൾ എന്നെ കടത്തിക്കൊണ്ട് വന്നതാണ്. ഇയാൾ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ സോംബിയുള്ള മുറിയിൽ അടച്ചിടുകയാണ് ചെയ്തത്, അതിൽ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് ആ സ്ത്രീ പറയുന്നു. നിങ്ങളെ സോംബി കടിച്ചിരിക്കുന്ന കാര്യവും എനിക്ക് മനസ്സിലായി, പക്ഷേ അതിന് ആത്മഹത്യയല്ല പ്രതിവിധിയെന്നും ആ സ്ത്രീ പറയുന്നു. ഇവർ രണ്ടുപേരും അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇത് കണ്ടുകൊണ്ട് വരുന്നു. അയാൾക്ക് ദേഷ്യം വരുന്നു. അവൻ ആൻറ്റിയോട് ചോദിക്കുന്നു, നീ എന്താണ് എൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് തോക്കുകൊണ്ട് അടിക്കുന്നു. എന്നിട്ട് അവനെ ഗണ്ണ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കൂട്ടിൽ അടച്ചിടുന്നു. നേരത്തെ നമ്മുടെ തൂമിയെ അടച്ചിട്ട ഒരു കൂട് കാണിച്ചിട്ടില്ലേ, അതേ കൂട്ടിലാണ് ഇപ്പോൾ ആൻറ്റിയെയും പിടിച്ചിട്ടിരിക്കുന്നത്. സോ അവൻ തൂമിയോട് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കുക, എൻ്റെ കുഞ്ഞ് അവൻ്റെ കയ്യിലാണ്, എനിക്ക് അവൻ്റെ കയ്യിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അലമുറയിടും. അപ്പോൾ അവസാനം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് ഇറച്ചി കഷ്ണം ആ കൂട്ടിലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒരു
ഒരു കയറ് കെട്ടിയിട്ട് ഈ കൂടിൻ്റെ ഡോർ ലോക്ക് ചെയ്തെടുത്തും കെട്ടിയിട്ട് നേരെ പുറത്തേക്ക് എറിയുന്നു. അപ്പോഴേക്കും സോംബികൾ അവിടെ എത്തി ആ ഇറച്ചിക്ക് വേണ്ടി കടിപിടി കൂടുന്ന സമയത്ത് ഈ കയറ് വലിഞ്ഞ് ആ ഡോറ് ഓപ്പൺ ആവുന്നു. അങ്ങനെ രണ്ടുപേരും ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവർ നേരെ ചെന്നിട്ട് കുഞ്ഞിനെയും അതുപോലെ ആ സ്ത്രീയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന ആ മനുഷ്യൻ എഴുന്നേക്കുന്നു. അയാൾ വന്നിട്ട് തോക്കെടുത്തിട്ട് ആൻറ്റിയെ വെടിവെക്കാൻ നോക്കുന്ന സമയത്ത് ആ സ്ത്രീ മുന്നിൽ വന്നു നിന്ന് അവൾക്ക് വെടിയേറ്റ് അവൾ മരിക്കുന്നു. അങ്ങനെ തൂമിയും ആൻറ്റിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ തൂമിയും ആൻറ്റിയും സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആൻറ്റി തൂമിയോട് പറയും, എനിക്കറിയാം നിന്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത്, പക്ഷെ നിന്റെ അച്ഛൻ പൂർണ്ണമായും സോംബിയായി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അത് പറഞ്ഞു കേട്ട ഉടനെ തൂമി അവിടെ നിന്നും ഓടിപ്പോയിട്ട് അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലമില്ലേ, ആ മരത്തിന്റെ ഇടയിൽ അവിടെ പോയി നോക്കുന്നു. പക്ഷെ അച്ഛൻ അവിടെയില്ല. അവളുടെ അച്ഛന്റെ ശവശരീരം അവളവിടെ കാണുന്നു. സോംബികളെ വേട്ടയാടിക്കൊണ്ടിരുന്ന അമ്മയും കൂട്ടരും തന്നെയാണ് അവളുടെ അച്ഛനെ കൊന്ന് കത്തിക്കാതെ ആ മരത്തിന് മുകളിൽ തന്നെ അടക്കിയിട്ട് പോയിരിക്കുന്നത് എന്ന് തൂമിക്ക് മനസ്സിലാവുന്നു. അത് കണ്ട് അവൾ അവിടെ കിടന്ന് നിലവിളിച്ച് കരയുന്നു. എന്നിട്ട് തലയൊക്കെ മരത്തിലൊക്കെ ഇടിച്ച് അവളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആന്റി വന്നിട്ട് അവളോട് കെഞ്ചി പറയും, എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ, എൻ്റെ കൂടെ വാ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിക്കണമെന്ന്. പക്ഷേ പാവം തൂമി അവൾക്ക് അവളുടെ അച്ഛൻ്റെ മരണം സഹിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. അവൾ അവിടെ അത് തന്നെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആൻറ്റി പറയുന്നു, ശരി, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല, എൻ്റെ സമയം വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ആൻറ്റി അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. കുറച്ചു ദൂരം പോയപ്പോഴേക്കും അവന് ആകെ ക്ഷീണം തുടങ്ങി. സോംബിയുടെ എഫക്റ്റ് വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു. അങ്ങനെ അവൻ അവിടെ തലകറങ്ങി വീഴുന്നു. ആ കുഞ്ഞ് കരയുന്നത് തോമി കേൾക്കുന്നു. അവൾ ഓടിപ്പോയി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആൻറ്റി അവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റി എഴുന്നേറ്റു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ആ നദിക്കരയിൽ ഒരു ഫാമിലിയെ കണ്ടിരുന്നല്ലോ, അവരെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നോക്കാൻ പറയാമെന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്നു. തൂമിയും അവനോടൊപ്പം ചേരുന്നു. അങ്ങനെ അവർ ആ കുടുംബത്തിന്റെ അടുത്തെത്തുന്നു. പക്ഷെ അവിടെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. ആ അച്ഛന് സോംബിയുടെ കടി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആൻറ്റിയോട് പറയുന്നു, എൻ്റെ കയ്യിലുള്ള തോക്കിൽ 6 ബുള്ളറ്റുകളാണുള്ളത്, ഞങ്ങൾ 4 പേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ബാക്കിയുള്ള 2 ബുള്ളറ്റുകൾ നിനക്കും നിന്റെ കുഞ്ഞിനും ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നു. പക്ഷേ ആൻറ്റിക്ക് അത് സമ്മതമായിരുന്നില്ല. അവൻ വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. കുറച്ചു ദൂരം പോയപ്പോഴേക്കും ആ അച്ഛൻ അയാളുടെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഇത് കണ്ടതോടെ ആൻറ്റി ആകെ തളർന്നുപോയി. ഇനി അലയാൻ വയ്യ, ഞാനും ആത്മഹത്യ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആൻറ്റി എത്തിച്ചേരുന്നു. അങ്ങനെ ആൻറ്റി സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങുന്ന അതേ സമയത്ത് തുമി അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ആൻറ്റിയോട് പറയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാം, എൻ്റെ അമ്മ അവളെ നന്നായി നോക്കിക്കോളും. ആൻറ്റി ഉടനെ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആൻറ്റിക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എളുപ്പത്തിൽ തന്നെ അമ്മയെ തേടിയിറങ്ങുന്നു. ദൂരെ ആ മലമുകളിൽ തീ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് തുമിയുടെ അമ്മയും ആ ആസ്ട്രേലിയൻസും സോംബികളെ എരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഇവർക്ക് പോവേണ്ടത്. അങ്ങനെ ഇവർ ആ മല ലക്ഷ്യമാക്കി നടക്കുകയാണ്. ആ യാത്രക്കിടയിൽ ഒരു തുരങ്കത്തിനുള്ളിൽ വെച്ച് നേരത്തെ ആ ഭാര്യ എന്ന് പറഞ്ഞ പെണ്ണിനെ കൊന്ന ആ മനുഷ്യനില്ലേ, അവനെ ഇവർ കാണുന്നു. അവനും ഇവരോടുള്ള ദേഷ്യം കൊണ്ട് ഇവരെ കൊല്ലാനിറങ്ങിയതാണ്. അവൻ ചിന്തിക്കുന്നത് ആ പെണ്ണ് മരിക്കാനുള്ള കാരണം ഇവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് റിവെഞ്ച് ചെയ്യാനായിട്ടാണ് അവന്റെ വരവ്. അങ്ങനെ ആൻറ്റിയും ആ മനുഷ്യനും തമ്മിൽ അടിയുണ്ടാവുന്നു. അതിനിടയിൽ തുമി കുഞ്ഞിനെയും കൊണ്ട് അവന്റെ വാനിൽ കയറി ഒളിച്ചിരിക്കുന്നു. അവസാനം ആ മനുഷ്യൻ ആൻറ്റിയെ അടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവന്റെ മകളെ തട്ടിയെടുക്കുന്നു. മാത്രമല്ല തുമിയെ ഗണ്ണ് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവളുടെ തലയ്ക്ക് അടിച്ച് അവളെയും ബോധം കെടുത്തിയിടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ആൻറ്റി ബോധം തെളിഞ്ഞപ്പോൾ ഇവന്റെ കുഞ്ഞിനെ അവൻ പിടിച്ചെടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞൊരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ ചേഷ്ടകൾ കാട്ടിക്കൂട്ടുന്നു. ആൻറ്റി അവന്റെ അടുത്ത് വന്ന് കെഞ്ചി പറയുന്നു, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, എനിക്ക് തിരിച്ചു തരുമെന്ന്. അവസാനം ഒരുപാട് കെഞ്ചിയപ്പോൾ അവൻ എന്ത് ചിന്തിച്ചു എന്ന് ആർക്കും അറിയില്ല. കരഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെ തിരികെ ആൻറ്റിക്ക് നൽകുന്നു. ഇപ്പോൾ അവന് സമയം തീരെ കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ലക്ഷ്യമാക്കി നടക്കുന്നു. തൂമിയാകട്ടെ ചെറിയൊരു മയക്കത്തിലുമാണുള്ളത്, തലയിലല്ലേ അടി കൊണ്ടത്. സോ തൂമിയെയും പിടിച്ച് മകളെ പുറത്ത് ആ ബാഗിലിട്ട് ആ മല ലക്ഷ്യമാക്കി നടക്കുകയാണ് ആൻറ്റി. ഇപ്പോൾ അവന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സോംബിയായി അവൻ മാറിക്കഴിഞ്ഞു. ആ സമയം അവിടെ ഒരു മാംസകഷ്ണം കിടക്കുന്നത് അവൻ കാണുന്നു. അതും എടുത്ത് വന്നിട്ട് തുമിയോട് സംസാരിക്കുന്നു. നോക്ക്, നീയാണ് എൻ്റെ മകളെ ഇനി സംരക്ഷിക്കേണ്ടത്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പൂർണ്ണമായും സോംബിയായി മാറിക്കഴിയും എന്നും പറഞ്ഞിട്ട് അവന്റെ കുഞ്ഞിനോട് അവൻ സംസാരിക്കുന്നു. ഇനി നോക്ക്, ദേ ഇവളാണ് നിന്നെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഒരു ഉമ്മ നൽകും. ആ സീനൊക്കെ കാണുമ്പോൾ
കരഞ്ഞു പോവും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, മിസ് യു, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുഞ്ഞിനോട് അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പെടുത്തിട്ട് നേരത്തെ അവൻ കൊണ്ടുവന്ന് ഇറച്ചി കഷ്ണം അതിൽ കെട്ടിവെച്ച് അവൻ്റെ മുന്നിലേക്കായി നീട്ടി കെട്ടിവെക്കും. അപ്പോൾ ഇനി സോംബിയായി മാറിയാലും അവൻ ആ ഇറച്ചി കഷ്ണം നോക്കി മുന്നോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. മറുവശത്ത് തൂമിയുടെ അമ്മയെ കാണിക്കുന്നു. ആ ആസ്ട്രേലിയൻസിനോടൊപ്പം ചേർന്ന് എല്ലാ സോംബികളെയും വേട്ടയാടി കത്തിച്ച് അവിടെ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ തൂമിയെയും ആ കുഞ്ഞിനെയും കാണുന്നു. ഒരു പൂർണ്ണ സോംബിയായി മാറിയ ആൻറ്റിയുടെ ചുമലിൽ തുമിയും ആ കുഞ്ഞും ഇരിക്കുന്നു. മാംസം കെട്ടിവെച്ച ആ കമ്പ് ഒരു വഴികാട്ടിയെ പോലെ തുമി മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അത് കഴിക്കാനെന്ന രീതിയിൽ അത് നോക്കിക്കൊണ്ട് ആൻറ്റി മുന്നോട്ടേക്ക് നടക്കുന്നു. ആ രീതിയിലാണ് അവർ അവിടെ വരെ എത്തിച്ചേർന്നത്. ആൻറ്റിയെ കണ്ട ഉടനെ ആസ്ട്രേലിയൻസിൽ ഒരുത്തൻ അവരെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നു. പക്ഷെ തുമിയുടെ അമ്മ തടുക്കുന്നു. അതിനുശേഷം തുമി ആൻറ്റിയുടെ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിക്കുന്നു. അത് ആൻറ്റിയുടെ വൈഫിൻ്റെതാണ്. ആൻറ്റിക്ക് വൈഫിൻ്റെ ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം തുമിയുടെ അമ്മയും കൂട്ടരും ആൻറ്റിയെയും കൊല്ലുന്നു. അതിനുശേഷം ആൻറ്റിയുടെ മകളെ തുമിയുടെ അമ്മ ദത്തെടുക്കുന്നു. ആ കുഞ്ഞിന്റെ വയറിന് മുകളിൽ ആൻറ്റി താങ്ക് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിയെ മറ്റു സോംബികളെ പോലെ കത്തിച്ച് കളയാതെ ഒരു മരത്തിന് മുകളിൽ അടക്കം ചെയ്യുന്നു. അതായത് തുമിയുടെ അച്ഛനെ അടക്കം ചെയ്തതുപോലെ തന്നെ. അങ്ങനെ ആൻറ്റിയുടെ കുഞ്ഞ് ഒരു നല്ല കുടുംബത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും കാണാം. അതുവരെ